യാ മുജീറ മിനസ്സഈരി യാ ഗിയാസി യാ മലാബി ഫീ മുലിമാതിൽ ഉമൂരി. എന്റെ ശരണമേ, എന്റെ അവലംബമേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ പ്രവാചകരെ. നരകമോചനം ചോദിക്കാൻ നോക്കൂ നിങ്ങൾ. മൗലിദിൽ നബിയോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് രംഗങ്ങളുള്ള കൂട്ടത്തിൽ ഇതൊക്കെ തന്നെയാണുള്ളത്. പലപ്പോഴും ജനങ്ങളോട് ഇത് ചൊല്ലരുത് എന്ന് പറഞ്ഞപ്പോണ്ടായ ഭവിഷ്യത്ത് എന്താണെന്നറിയോ? നബിയോട് സ്നേഹമില്ല. നബി സാധാരണ മനുഷ്യനാണ്, സലാത്ത് ചെല്ലുന്നില്ല, മദഹ് പറയുന്ന ഇഷ്ടമല്ല. ഇങ്ങനെ പല ആരോപണങ്ങളും ഭാഗത്തു നിന്നും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഈ മൗലിദ് ഊതിയ ആളാണ്, മൗലിദ് ചെല്ലണമെന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ നോക്കൂ നിങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില അനുഭവങ്ങളുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഞാൻ സമസ്തയുടെ മദ്രസയുടെ സദറായി ജോലി ഏറ്റെടുത്ത സമയം, മുമ്പത്തെ വർഷം അവിടെ നബിദിനം നടന്നിരുന്നില്ല. ഞാൻ അവിടെ പോയി നബിദിനം വളരെ വിപുലമായി ആഘോഷിക്കുകയും അത് ഒരു 2 വർഷം തുടർന്ന് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ മുജാഹിദീങ്ങൾക്കൊക്കെ ഭയങ്കര വിഷയമുണ്ടായി. ഇവരെ പല രൂപത്തിലും എൻ്റെ റൂമിൽ വന്ന് പല ചോദ്യങ്ങളും പല രൂപത്തിലുള്ള വിമർശനങ്ങളും ഉന്നയിക്കാൻ തുടങ്ങി. ചിലതൊക്കെ വസ്തുനിഷ്ഠമായി പഠിക്കാൻ ഞാൻ താല്പര്യപ്പെട്ടു. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് അവരുടെ ചോദ്യം, അല്ല ഉസ്താദ്, നിങ്ങൾ ഈ മൗലിദ് എന്ന് പറയുന്നത് മദഹും സലാത്തും പ്രകീർത്തനം എന്നാണല്ലോ പറയാറുള്ളത്. പക്ഷെ മൗലിദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് വചനങ്ങളുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളിൽ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അതിൽ കൂലി ഉണ്ടാകും അല്ലെങ്കിൽ പുണ്യമുണ്ടാകും എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എന്താണ് അതിന്റെ വിഷയം? അപ്പൊ അവർ ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ ഈ ഓതുന്ന മൗലിദുകളിൽ സിദ്ദീഖ് മൗലിദ് എന്ന് പറയുന്ന മൗലിദ് ഉണ്ടല്ലോ, ആ മൗലിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറയുന്നവനാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില മേഖലകളുണ്ടല്ലോ അല്ലെങ്കിൽ പരാമർശങ്ങളുണ്ടല്ലോ എന്ന് ചോദിച്ചു. ആ വിഷയം എങ്ങനെയായിരുന്നു? മൗലിദിൽ അങ്ങനെ പരാമർശം തോന്നിപ്പിക്കുന്ന ഒരു പരാമർശമുണ്ട്. നബിന്റെ അടുക്കൽ ഒരു പെണ്ണ് വന്നു. ആ പെണ്ണ് നബിയോട് ചോദിച്ചു, നബിയെ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അതിന്റെ താഴ്വീറിന്റെ വ്യാഖ്യാനം ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. നബി പറഞ്ഞു, നിന്റെ ഭർത്താവ് സ്ഥലത്തില്ലല്ലോ. ഇല്ല. എന്നാൽ ഭർത്താവ് മരിച്ചുപോയി എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. വളരെ വിഷമത്തോടു കൂടി പെണ്ണ് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു. അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്താണ് അതിന്റെ വ്യാഖ്യാനം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് രാത്രി നിന്റെ ഭർത്താവ് വരുന്നു. അങ്ങനെ രാത്രിയായി, ഭർത്താവ് വീട്ടിൽ വന്നു. ഈ പെണ്ണ് നബിന്റെ അടുത്തേക്ക് പോയി. നബിയോട് ചോദിച്ചു, എന്റെ ഭർത്താവ് മരിച്ചു എന്നല്ല നിങ്ങൾ പറഞ്ഞത്, പക്ഷെ ഭർത്താവ് തിരിച്ചെത്തിയല്ലോ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനളറ തവീല, വളരെ ദീർഘമായി ഇങ്ങനെ ചിന്തിച്ചിരുന്നുവെന്നും ഫനസല ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ് ശരിയായിരുന്നു, പക്ഷേ അബൂബക്കർ സിദ്ദീഖ് അത് പറഞ്ഞപ്പോൾ സിദ്ദീഖിന്റെ നാവിലൂടെ കളവ് വരുത്താൻ അള്ളാഹുവിന് ലജ്ജ തോന്നി. അബൂബക്കർ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ മാത്രം സത്യസന്ധനാണ്. ആ വിഷയം അവിടെ തീർന്നു. മുജാഹിദുകൾക്ക് എന്നോട് ചോദിക്കാനുള്ളത്, അപ്പം നബിന്റെ നാവിലൂടെ കളവ് വരുത്താൻ മുടച്ചവന് ലജ്ജയില്ലേ? സിദ്ദീഖ് ദുനിയാവിലും ആഖിറത്തിലും സത്യസന്ധനാണ്, അതുകൊണ്ട് സിദ്ദീഖ് പറഞ്ഞതുപോലെയായി. അപ്പൊ നബിന്റെ നാവിലൂടെ വരുന്നതിന് എന്താ ഒരു കളവായി മാറുന്നതിൽ മറച്ചോൻ ലജ്ജിക്കുന്നില്ല എന്നായിരുന്നു ചോദ്യം. ഞാൻ പറഞ്ഞു, നബിയും സഹാബികളിലും പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, പല മേഖലകളിലും അന്നുണ്ടായിട്ടുണ്ട്, അതേപോലെ മാത്രമാണ് കണ്ടാൽ മതി. പക്ഷെ അങ്ങനെയല്ല വിഷയം. അള്ളാഹ്ക്ക് സിദ്ദീഖിന്റെ നാവിലൂടെ കളവരുത്താൻ ലജ്ജയുണ്ട്, നബിന്റെ നാവിലൂടെ കളവരുത്താൻ ലജ്ജയില്ല എന്നൊരു മറുവശം അതിലുണ്ടല്ലോ എന്നാണ് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാൻ വന്നു. ഒരു പ്രമുഖനായ ഒരു ഉസ്താദ്, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ ആരെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കാനോ എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയത്. ഉസ്താദിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ എവിടെയും പറയാറില്ല, അതിന്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ദീനാണ്, ദീൻ മനസ്സിലാക്കാനാണ്. ആ ഉസ്താദിനോട് ഉസ്താദെ, മുജാഹിദീൻ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് ഞാനിത് കേട്ടിട്ടുണ്ട്, പക്ഷെ കൃത്യമായി പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഏകദേശം 1.5-2 മണിക്കൂറോളം ഉസ്താദിന് മുമ്പിൽ ഭക്ഷണം എന്തോ ഒരു ഉച്ച സമയത്തായിരുന്നു, ഭക്ഷണമൊന്നും കഴിക്കാതെ ചർച്ച ചെയ്തു. അവസാനം ഉസ്താദ് പറഞ്ഞ വർത്താനം എന്നറിയാം, ഇത്തരം പരാമർശങ്ങൾ പലപ്പോഴും പല ആളുകളും മുൻഗാമികൾ എഴുതി വെച്ചതാണ്. എവിടെ നിന്നാണ് അവർ എഴുതിയത് എന്ന് അറിയാത്തത് കൊണ്ട് പരിശോധിക്കാൻ നിർവാഹമില്ല. എന്നാൽ മഹാന്മാർ എഴുതിയെന്നത് കൊണ്ട് തള്ളിക്കളയാനും പറ്റില്ല. ഏതായിരുന്നാലും മുജാഹിദീങ്ങൾ ഇങ്ങനെ പല ചോദ്യം ചോദിച്ചു വരും. അതുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നല്ല തന്ത്രങ്ങൾ വശത്താക്കി വെച്ചോ എന്ന് പറഞ്ഞു ഞാൻ അവിടെ തിരിച്ചു കൊന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇത് മദഹാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾ ഓദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഒരുപാട് കഥകൾ ഇതേ കഥയിൽ തന്നെയാണ്. അള്ളാഹ് 70,000 തവണ ജിബ്രീലിനോട് പറഞ്ഞിട്ട് ജിബ്രീൽ അനുസരിച്ചില്ല എന്ന് ഇതേ മൗലിദിൽ കാണാം. എന്താ അതിൻ്റെയൊക്കെ താല്പര്യം? ഖുർആൻ എന്താ പറഞ്ഞത്? നമ്മളെന്താ വിശ്വസിക്കുന്നത്? അള്ളാഹു കൽപ്പിച്ചാൽ മലക്കുകൾ ഏത് പ്രവർത്തിക്കില്ല എന്നാണ്. ഇങ്ങനെ ഒരുപാട് പരാമർശങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിന് വിപരീതമായി കുടികൊള്ളുന്ന
റിഫായി മൗലിദൊക്കെ റിഫായി മാലയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മഹാന്മാരായ ഔലിയാക്കന്മാരെ നിന്ദിക്കുന്ന എത്രയോ വാക്കുകൾ. ഇതൊക്കെയാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ വിശ്വാസിക്ക് നിഷ്പക്ഷമായി ഒന്ന് ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. റിഫായിമാരെ തുടങ്ങുന്നത് എന്താണെന്നറിയോ? ഞാൻ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ എനിക്ക് 4 സ്വർഗം തന്നാലേ പുറത്തേക്ക് വരുള്ളൂ എന്ന് റിഫായി ശേഖ് അള്ളാഹുവോട് ചോദിച്ചു എന്നാണ്. ആ ചോദ്യത്തിന് അള്ളാഹു മറുപടി കൊടുത്തു. ജന്നാത്തുൽ അതിനും ജന്നാത്തുൽ ഫിർദൗസും അങ്ങനെ 4 സ്വർഗം റിഫായി ശേഖിന് കൊടുത്തു എന്നാണ്. അതെന്തോ ആവട്ടെ, നമ്മൾ അതിനെയല്ല വിമർശിക്കുന്നത്. പക്ഷെ വസ്തുത എന്താണെന്നറിയോ? അവസാനത്തിൽ വിമർശിക്കുന്ന ഒരുപാട് ലേഖനങ്ങളും പരാമർശങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് അടങ്ങുന്നില്ല. അങ്ങനെ അന്ന് സ്വർഗം കൊടുത്തു ഗർഭത്തിൽ തന്നെ റിഫായി ശേഖിന്. അവസാനം സംഭവിച്ചെന്താണെന്നറിയോ? ഒരിക്കൽ ഒരു ഇസ്മായിലാക്കന്റെ ഒരു തോട്ടം കണ്ടുവന്നു. ആ മാലങ്ങനെ പാടി വിശദീകരിക്കേണ്ട ഞാൻ സമയം കളയുന്നില്ല. അവസാനം ഈ മനോഹരമായ തോട്ടം റിഫായി ശേഖ് കണ്ടപ്പോ ആ തോട്ടം കൈക്കലാക്കാൻ ഇസ്മായിലിന്റെ അടുത്തേക്ക് പോയി എന്നാണ്. ഇസ്മായിലിനോട് പറഞ്ഞു, ആ തോട്ടം എനിക്ക് തരുമോ? ഇസ്മായിലൊക്കെ പറഞ്ഞു, തോട്ടം തരാൻ ഉദ്ദേശമില്ല, ദുനിയാവിന്റെ ഒരു മുതലിനും അത് വിൽക്കൂല, ആഖിറത്തിന് എന്തെങ്കിലും മുതൽ തരുമെങ്കിൽ തരാമെന്ന്. അപ്പൊ പറഞ്ഞു, എന്റെ കയ്യിൽ 4 സ്വർഗം ഉണ്ട്, അത് ഗർഭത്തിൽ നിന്ന് കിട്ടിയതാണ്, തരാന്ന് പറഞ്ഞു. ആ സ്വർഗം തന്ന തോട്ടം തരാമെന്ന് പറഞ്ഞുവെന്നും അങ്ങനെ 4 സ്വർഗം ഇസ്മായിലാക്കത്ത് കൊടുത്തുമെന്നും റിഫായി മാലയിൽ ഇന്നും നമ്മുടെ വീട്ടിൽ മൗലിദ് കിതാബുണ്ടെങ്കിൽ മറിച്ചൊക്കെ കാണുന്ന പരാമർശമാണ്. അതൊന്നും ഇല്ലാത്ത മാലയല്ല. ഏതായിരുന്നാലും പ്രിയമുള്ളവരെ, ഇങ്ങനെ എത്രയോ പരാമർശങ്ങൾ സുന്നത്ത് ജമാഅത്തിന് വിപരീതമായിട്ടുണ്ട്. ഇതിന്റെ രസകരമായ മറ്റൊരു വസ്തുത കൂടെ നിങ്ങൾ കേൾപ്പിക്കുകയാണ്. ഇക്കാലത്രയും ഇത് സ്വലാത്താണ്, മദഹാണ് എന്ന് പറയുന്ന ആളുകൾ, അത് ചൊല്ലാൻ പ്രേരിപ്പിച്ച ആളുകൾ യഥാർത്ഥത്തിൽ ഇപ്പൊ പറഞ്ഞെന്താണെന്നറിയോ? കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ്, 2-3 മാസം മുമ്പ് പാലക്കാട് ജില്ലയെ വല്ലപ്പുഴ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വെച്ച് 2 വിഭാഗം തമ്മിലൊരു സംവാദ ചർച്ചയ്ക്ക് വേണ്ടിയിരുന്നു. ഒന്ന് മൗലിദ് ചെല്ലണം എന്ന് പറയുന്നവരും മറ്റൊന്ന് മൗലിദ് വേണ്ട എന്ന് പറയുന്നവരും. അങ്ങനെ സംവാദ ചർച്ചയ്ക്കിരുന്ന് അവസാനം മൗലിദ് വേണമെന്ന് പറഞ്ഞ കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പറഞ്ഞെന്താണെന്നറിയോ? മൗലിദുകളിൽ ജൂതന്മാരെ കഥയുണ്ട്, മൗലിദുകളിൽ ഇസ്ലാമിക വിരുദ്ധ പരാമർശമുണ്ട്, മൗലിദുകളിൽ കള്ളക്കഥകളുണ്ട്. നിങ്ങൾക്കത് CD-കൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതുമല്ലെങ്കിൽ ഇപ്പൊ നെറ്റിലൂടെ എല്ലാ ക്ലിപ്പുകളും വരുന്ന കൂട്ടത്തിൽ അതും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അറിയുമുള്ളവരെ, ഈ രൂപത്തിൽ ഇത് ചൊല്ലണമെന്ന് പറയുന്ന ആളുകൾ സമ്മതിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടവരാണ് നമ്മൾ. ആ നേതാവ് ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് പുറത്താണ്. പിന്നെ എവിടെയാണ് ഒരു മനുഷ്യൻ എന്ന് ഖുർആനിന്റെ ആയത്ത് നാം ജനങ്ങളെ ഓതിക്കേൽപ്പിച്ചത്? നബിയോട് തന്നെ ലേഖ നബിയെ പാപം പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നബിയോട് പാപമോചനം നേടാൻ തുടങ്ങി. മൊഹീദ്ദീൻ ശൈഖ് നമ്മളെ പഠിപ്പിച്ചത് എന്താ? അദ്ദേഹത്തിന്റെ ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത് കാണാം, ഫലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ വലിയത്തി ഇലാ അഹദി മിൻ ഖൽഖില്ല, പടപ്പുകളിൽപ്പെട്ട ഒരാളോട് നീ ശിക്കായത്ത് പറയാൻ പോകരുത് എന്നാണ്. യഥാർത്ഥത്തിൽ അതേ ശിക്കായത്താണ് ലേഖ അഷ്കു എന്ന് പറഞ്ഞ് നമ്മൾ നബിയോട് ചെയ്യുന്നത് എന്നാണ്. അദ്ദേഹം അതിന്റെ കാരണവും പറഞ്ഞു, നിനക്ക് ഉപകാരമോ ഉപദ്രവോ ഒന്ന് കൊണ്ടുത്തരാനോ തടുത്തു നിർത്താനോ പടച്ചോനല്ലാത്ത ലോകത്തിനാളും ഇല്ല എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പ്രാർത്ഥിക്കുന്ന വചനങ്ങൾ ഇത്തരം ഗ്രന്ഥങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഇതിലൊക്കെ അടങ്ങിയതുകൊണ്ടാണ് അത് വേണ്ടാന്ന് പലപ്പോഴും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ജനങ്ങളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അതേ പ്രകാരം തന്നെ നിങ്ങൾ നോക്കൂ, നമ്മുടെ നാടുകളിൽ പല അനാചാരങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഈ അനാചാരങ്ങൾക്കെതിരെ ചില കാര്യങ്ങളിൽ ശക്തമായ നിലപാടും എന്നാൽ ചില കാര്യങ്ങളിൽ സ്വന്തമായിട്ടുള്ളൊരു നിലപാടും വെച്ചു പുലർത്തിയ ആളുകളാണ് സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കൾ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നബി പഠിപ്പിച്ചില്ലെങ്കിലും നമുക്കെന്താ ചെയ്തൂടെ എന്നൊരാൾ ചോദിച്ചാൽ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹിന്റെ ഗൗരവതരമായ വശം പഠിപ്പിച്ചത്, ഒരാൾ ഇസ്ലാം ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് ചെയ്യാം, ആ ചെയ്യുന്ന കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു ബിദ്അത്താണ് എങ്കിൽ, അല്ലെങ്കിൽ പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ് എങ്കിൽ, അവൻ നബിയെ പറ്റി റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറഞ്ഞവരെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതൊരു വിഷയമായിക്കോട്ടെ, ഇപ്പൊ നബിദിനം അല്ലെങ്കിൽ മൗലൂദ് അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ഒരു ഏർപ്പാട്, ഇത് നബി ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്തൂടെ, നബി പഠിപ്പിച്ചില്ലെങ്കിലും നമുക്ക് ചെയ്തൂടെ എന്ന ഒരു ചോദ്യം ചോദിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ നബി സ്വർഗത്തിലേക്കുള്ള മാർഗമല്ലേ പഠിപ്പിച്ചത്? ആ പഠിപ്പിച്ച വിഷയത്തിൽ ഇത് ഉൾക്കൊള്ളിക്കാത്തത് നബി നമ്മളോട് കാണിച്ച വഞ്ചനയാണ്. ഇങ്ങനെ പറയുന്നവരെ പോലെയാണെന്നാണ് മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പറഞ്ഞത്? അവിടുന്ന് പഠിക്കുന്ന ഇബ്രാഹിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ തറക്തു മിൻ ഷൈഇൻ യുഖരിബുക്കും ഇലൽ ജന്നത്തി ഇല്ലാ ഖദ് ഹദത്തുക്കും ബിഹി, സ്വർഗ്ഗത്തിലെത്തണോ എല്ലാ അമലുകളും ഞാൻ